ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പുതിയൊരു DIY ആണ് ചെയ്യാൻ പോകുന്നത്. അധികാരം ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഫേസ് മാസ്ക് ആണ്, നല്ല മാറ്റം നിങ്ങൾക്ക് തരും. ഒരാഴ്ച കണ്ടിന്യൂസ് എങ്കിലും ഇത് യൂസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ ഒരാഴ്ചത്തേക്കാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാല് വിറ്റമിൻ B ആണ്. നിങ്ങളുടെ ആക്നെ പ്രോൺ സ്കിന്നാണെങ്കിൽ വളരെ നല്ലതാണ്. പാല് വെറുതെ ഫേസിൽ ഡാബ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഡേർട്ടൊക്കെ മാറി, എക്സസ് ഓയിലൊക്കെ മാറി നമ്മുടെ ഡെഡ് സെൽസൊക്കെ റിമൂവ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി തരും. അപ്പോൾ പാല് നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു പൊട്ടറ്റോ ആണ്, ഒരു ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് നിങ്ങൾ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എൻ്റെ കയ്യിൽ ഗ്രേറ്റർ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, അതുകൊണ്ട് ഞാൻ അരിഞ്ഞെടുത്തേക്കാണ്. പക്ഷേ ഗ്രേറ്റർ ഉണ്ടെങ്കിലാണ് നന്നായിട്ട് കുറുകി കിട്ടുള്ളൂ കേട്ടോ ഇത് പാലുമായിട്ട്. അപ്പോൾ പൊട്ടറ്റോ നമുക്കറിയാം നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ വളരെ നല്ലതാണ്. റിങ്കിൾസിന്, ഫൈൻ ലൈൻസിന്, നമ്മുടെ പിമ്പിൾ മാർക്ക് മാറാൻ, അണ്ടർ ഡാർക്ക് സർക്കിൾ മാറാൻ, പഫി ഐസ് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ എല്ലാത്തിനും പൊട്ടറ്റോ ജ്യൂസ് നല്ലതാണ്. പൊട്ടറ്റോ ജ്യൂസും പാല് പോലെ തന്നെ വെറുതെ ഡെയിലി നിങ്ങൾ തേച്ച് പിടിപ്പിക്കുക. ഒരു 15 മിനിറ്റ് ഉണങ്ങാൻ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. വളരെ നല്ലതാണ്. സ്കിൻ നല്ല ഈവൻ ടോൺ ആവാൻ വളരെ നല്ലതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പാലുമായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് കുറുകി കിട്ടണം. ഈ ഉരുളക്കിഴങ്ങ് നല്ല വെന്ത് പാലുമായിട്ട് ചേർന്ന് കിട്ടണം. അപ്പോൾ അതിന് ഗ്രേറ്റ് ചെയ്തിടുവാണെങ്കിൽ പെട്ടെന്നായി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ അരിഞ്ഞിട്ടേക്കുന്നതുകൊണ്ട് കുറച്ച് താമസം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ കുറച്ച് നേരം കൂടെ വയ്ക്കും, കാരണം ഞാൻ അരിഞ്ഞിട്ടേക്കുന്നത് കൊണ്ട് ശരിക്കും അങ്ങോട്ട് ആയി കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുവാണെങ്കിൽ പെട്ടെന്നായി കിട്ടുമേ. ഇതിപ്പോൾ ഞാൻ ഒരാഴ്ചത്തേക്കായിട്ട് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് പാലും ഒരു ഉരുളക്കിഴങ്ങും കൊടുത്തത്. നിങ്ങളും ഇതേപോലെ തന്നെ ചെയ്ത് വയ്ക്കുകയായിരിക്കും നല്ലത്. ഒരുപാട് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമൊന്നുമില്ല. ഒരാഴ്ച കൂടുതലൊന്നും വെക്കണ്ട, കൊള്ളില്ല. അപ്പോൾ ഇത് ഒരാഴ്ച ഫ്രിഡ്ജിലൊക്കെ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ജാറിൽ വെച്ച് തന്നെ അവിടെ ഇരുന്നോളും. നിങ്ങൾക്ക് അങ്ങനെ ഡെയിലി അതിൽ നിന്ന് എടുത്തിട്ട് അങ്ങ് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. വേണ്ടപ്പോൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ, ഒരുപാട് പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി ഇതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ ഗ്രേറ്റ് ചെയ്തിടാത്തത് കൊണ്ട് കുറച്ച് ടൈം എടുക്കും അത് ഉടച്ച് ഇതാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഗോതമ്പ് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. കോൺഫ്ലോർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നന്നായിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്നില്ല. ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഉടഞ്ഞ് കിട്ടാത്തത്. ഇപ്പോൾ ഇതുപോലെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ നമ്മുടെ ഗോതമ്പ് പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഒരുപാട് നേരമൊന്നും എടുക്കില്ല. നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിരിക്കുന്നതുകൊണ്ട് ഒരുപാട് നേരമൊന്നും എടുക്കില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടണം, ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ അരിഞ്ഞെടുത്തേക്കുന്നത് കൊണ്ടാണ് ഞാൻ മിക്സിയിലൊന്നും അടിക്കുന്നത്. ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുവാണെങ്കിൽ കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പേസ്റ്റ് പരുവത്തിൽ കിട്ടും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല അടിപൊളി ഫേസ് മാസ്ക് ആണ്. ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരാഴ്ച കണ്ടിന്യൂസ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഒരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ നെക്കിലൊക്കെ ഉണ്ടല്ലോ, ഡാർക്ക് നെക്കാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക, വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.